ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും എല്ലാവർക്കും സ്നേഹാശംസകൾ. ഓഗസ്റ്റ് മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യദിനം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ, പിന്നെ ഒരുപാട് സുപ്രസിദ്ധരായ വിശുദ്ധരുടെ തിരുനാളുകൾ ഒക്കെ കടന്നു വരുന്ന മാസമാണിത്. കേരളീയരുടെ ദേശീയോത്സവമായ ഓണവും ഈ ഓഗസ്റ്റ് മാസത്തിലാണ് വരുന്നത് എന്നത് നമ്മുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ഈ മാസം നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. കുടുംബ കൂട്ടായ്മകൾ മുടങ്ങാതെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടത്തുന്നു എന്ന് എല്ലാ ബന്ധപ്പെട്ട ഭാരവാഹികളും ഉറപ്പുവരുത്തുമല്ലോ. ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന വിഷയം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവശാസ്ത്ര പരിശീലന പദ്ധതിയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ദൈവശാസ്ത്ര കോഴ്സുകൾ ഏതെല്ലാം? ഈ അടുത്ത നാളിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിലെ ചില നാഴികക്കല്ലുകൾ താണ്ടുകയുണ്ടായി. റോമിൽ നിന്നും വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ അംഗീകാരം ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചു. അതോടൊപ്പം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം, ഇതൊക്കെ ലഭിച്ച് ആൽഫ ദൈവശാസ്ത്ര രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല കോഴ്സുകളും നമ്മുടെ അൽമായ സഹോദരങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നവയാണ്. നല്ല ജോലി സാധ്യതയുള്ളവ, ദൈവശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവ, അതേക്കുറിച്ചെല്ലാം ഇന്ന് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ നമ്മളോട് സംവദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്രകാരം നമുക്ക് ഉപകാരപ്രദമാക്കാം എന്ന് ചർച്ച ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഓണത്തിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ജോബിയച്ച്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ചാ വിഷയമായിട്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. ആൽഫയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ വളരെ അഭിമാനകരമായ ഒരു സംരംഭമാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2006 അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യമാർ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി അന്ന് ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പാംബ്ലേനേറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ദൈവശാസ്ത്ര പഠനവേദിയാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2006 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ആയിരക്കണക്കിന് അൽമായരും സിസ്റ്റേഴ്സും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. എന്തായിരുന്നു ആൽഫ അന്ന് ആരംഭിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അതിനുത്തരം വളരെ കൃത്യമാണ്. നമ്മുടെ മലബാറിൻ്റെ സാധാരണക്കാരുടെ ഇടയിൽ സ്പിരിറ്റ് ഇൻ ജീസസും എമ്മാനുവൽ എംബറും പോലെയുള്ള വിഘടിത വിഭാഗങ്ങൾ അഥവാ സെക്റ്റുകൾ ശക്തമായ സ്വാധീനം ചെലുത്തുകയും നമ്മുടെ ധാരാളം ഇടവകാംഗങ്ങൾ വിവിധ തെറ്റായ പ്രബോധനങ്ങളിൽ ചെന്ന് ചാടുകയും നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ എന്താണ് ശരിയായ കത്തോലിക്ക വിശ്വാസം, ബൈബിളിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കും കൂടി മനസ്സിലാവുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി തലശ്ശേരി രൂപത ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. സഭയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ധാരാളം ആളുകൾ അന്നും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ നടക്കുന്ന വചനപ്രസംഗങ്ങളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി പറയാനുള്ള സമയം ലഭ്യമാവില്ല എന്നുള്ള പരിമിതിക്ക് ഉള്ള ഉത്തരമായിട്ടാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച കാലം മുതൽ ശാലോം ടി വിയിലൂടെയും ഗുഡ്നസ് ടി വിയിലൂടെയും വിവിധ സ്ഥലങ്ങളിലുള്ള സെൻറ്ററുകളിലെ ക്ലാസ്സുകളിലൂടെയുമെല്ലാം ആയിരക്കണക്കിന് പേർ ആഗ്രഹത്തോടുകൂടെ ദൈവവചനം ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു. ഒരുപക്ഷെ ഒരു 20 വർഷം അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ദൈവശാസ്ത്രം എന്ന വിഷയം സാധാരണക്കാരനെ സംബന്ധിച്ച് തങ്ങളുടേതല്ലാത്തൊരു വിഷയമായിരുന്നു. അത് സെമിനാരികളിൽ
വൈദിക വിദ്യാർത്ഥികളും അച്ഛന്മാരും പഠിക്കുന്നൊരു വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെയും കൂടി വിഷയമാണെന്ന്, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള നല്ല മെച്ചപ്പെട്ട മനസ്സിലാക്കലാണെന്ന് നമുക്കറിയാം. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാലോം ടി വിയിലൂടെയും ഗുഡ്നസ് ടി വിയിലൂടെയും ഒക്കെ എന്നതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമായും ഇന്ത്യക്ക് വെളിയിലായുമൊക്കെ പല സെൻറ്ററുകളിലുള്ള കോൺടാക്റ്റ് ക്ലാസ്സുകളിലൂടെയാണ് ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ നടന്നത്. ഓരോ സെൻറ്ററിലും നൂറുകണക്കിന് അൽമായരും സിസ്റ്റേഴ്സും ഒക്കെ താല്പര്യത്തോടെ വന്ന് ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചു. അങ്ങനെ പഠിച്ചവരൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട സഭാസ്നേഹമുള്ള നല്ല ഉത്തമ വിശ്വാസികളായിട്ട് മാറി. മതബോധന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പലരും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരംഭത്തിൽ ഇതെന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക തോന്നിയെങ്കിലും ഏറ്റവും നന്നായിട്ടും ആത്മവിശ്വാസത്തോടെയും ബോധ്യത്തോടെയും കൂടി പരിശീലന രംഗത്ത് പ്രവർത്തിക്കാനൊക്കെ ഈ ദൈവശാസ്ത്ര പഠനം തങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ആൽഫയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ധാരാളം പിന്നിട്ട് ഇപ്പോൾ നമ്മൾ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ദൈവശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രമായി മാറി. ആൽഫയുടെ കീഴിൽ ഇന്ന് ഏതൊക്കെ ദൈവശാസ്ത്ര പഠന സാധ്യതകളാണ് ഉള്ളത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഉദ്ദേശം. ആൽഫ ആരംഭിച്ച കാലം മുതൽ നമ്മൾ നൽകുന്ന ദൈവശാസ്ത്ര സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ നമ്മളെക്കുറിച്ച് പലരും ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളിത് ഒരു അക്കാഡമിക് ലെവലിലായിരുന്നില്ല വാസ്തവത്തിൽ ആദ്യം ഉദ്ദേശിച്ചത്, മറിച്ച് സാധാരണ മനുഷ്യർക്ക് ദൈവീക വിഷയങ്ങൾ, വിശ്വാസ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വേദി എന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അത് രൂപതയുടെ അധികാരത്തിൻ്റെ കീഴിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളായിരുന്നു. അതോടൊപ്പം ഔദ്യോഗികമായിട്ട് വത്തിക്കാൻ്റെ അംഗീകാരമുള്ള മറ്റേതൊരു ദൈവശാസ്ത്ര വിദ്യാകേന്ദ്രത്തെയും പോലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി റോമുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2025 നമുക്ക് വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ കീഴിൽ ഔദ്യോഗികമായിട്ടുള്ള ദൈവശാസ്ത്ര കോഴ്സ് നടത്താനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചും അഭിമന്യ പാമ്പ്ളാനി പിതാവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. നമ്മൾ 3 വർഷത്തെ റെഗുലർ ബാച്ച് ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്ന 3 വർഷത്തെ റെഗുലർ ബാച്ചിൻ്റെ കോഴ്സ് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ നമുക്ക് 12 പേരാണ് പഠിതാക്കളായിട്ടുള്ളത്. അതിനകത്ത് അൽമായരും സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്. അവർ പഠിക്കുന്ന റെഗുലർ ബാച്ച് കൂടാതെ നമുക്ക് ഓൺലൈനിൽ 3 വർഷത്തെ ദൈവശാസ്ത്ര കോഴ്സുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റെഗുലർ ബാച്ചിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വത്തിക്കാൻ്റെ അംഗീകാരമുള്ളതാണ്. അത് ലോകത്തെ ഏതൊരു സ്ഥലത്തും വാലിഡായിട്ടുള്ള സാധുതയുള്ള സർട്ടിഫിക്കറ്റാണ്. ഇവിടെ ഡിഗ്രി കോഴ്സ് ചെയ്തവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള കാത്തലിക് യൂണിവേഴ്സിറ്റികളിൽ പോയി ഉപരിപഠനം നടത്താനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഓൺലൈൻ കോഴ്സ് പാസ്റ്ററൽ ആൻഡ് കാറ്റഗറ്റിക്കൽ പർപ്പസിൽ വിശ്വാസപരവും അജപാലനപരവുമായ ഉദ്ദേശത്തോടുകൂടെ നമ്മൾ നടത്തുന്നതാണ്. ധാരാളം മതാധ്യാപകരും അൽമായരും ഇപ്പോൾ ഓൺലൈൻ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സ് തന്നെ നമുക്ക് 3 കാറ്റഗറികളിലാണുള്ളത്. ഡിപ്ലോമ തലത്തിലും ഡിഗ്രി തലത്തിലും PG തലത്തിലും. ഈ 3 തലത്തിൽ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം വിഭാഗങ്ങളിൽ ക്ലാസ്സുകളുണ്ട്. വാസ്തവത്തിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ പഠിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഈ ഓൺലൈൻ കോഴ്സ്. ഓരോ വിഷയത്തിനും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ നൽകും. അതേസമയം ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഓൺലൈനിൽ സൂം പ്ലാറ്റ്ഫോമിൽ ഓരോ ക്ലാസ്സുകളും നൽകും. അതിനുശേഷം പരീക്ഷയും നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസവും സമയവും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ പരീക്ഷ ചെയ്യാം. പരീക്ഷ എഴുതുക എന്നുള്ളത് ഓൺലൈനിലായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എളുപ്പമുള്ള സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈനിൽ പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, താല്പര്യമുള്ള ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺലൈനിലുള്ള ഡിപ്ലോമ, ഡിഗ്രി, PG കോഴ്സുകൾ കൂടാതെ പുതുതായിട്ട് ഈ വർഷം നമുക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ധാരണയിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം ആ പുതിയ കോഴ്സ് നമ്മൾ ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ഒരു സെക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് നമുക്ക് അനുവദിച്ച് കിട്ടിയെന്നുള്ളത് ആൽഫയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. വാസ്തവത്തിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സാധ്യത കൂടിയാണ് ഇതിലൂടെ തുറന്നു വരുന്നത്. സാധിക്കുന്ന ആളുകൾക്കെല്ലാം, മതാധ്യാപകർ മാത്രമല്ല, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കോർഡിനേറ്റേഴ്സ് തുടങ്ങിയവർക്കെല്ലാം ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും.
രണ്ട് വിധത്തിലാണ് അത് ഉപകാരപ്രദമാകുന്നത്. ഒന്ന്, ഒരു സെക്യുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിപ്ലോമ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു നേട്ടമാണ്. രണ്ട്, നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ നിങ്ങൾ എക്യുപ്പൈഡ് ആണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ജോലിയെ കൂടുതൽ മികച്ചതാക്കി മാറ്റും. കൈക്കാരനായിരിക്കുന്ന ഒരാൾ, കമ്മിറ്റിക്കാരനായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഒരാൾ, മതാധ്യാപകനായ ഒരാൾ സെക്യുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താൻ കൈകാര്യം ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിപ്ലോമയെങ്കിലും നേടിയ ആളാണെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയെ എളുപ്പമാക്കുക മാത്രമല്ല, നിങ്ങളുടെ പൊതുസമിതിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പ്രധാനമായിട്ടും മതാധ്യാപകർക്കും കമ്മിറ്റിക്കാർക്കും കൈക്കാരന്മാർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം തന്നെ നമുക്ക് പരമാവധി ആളുകൾക്ക് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിപ്ലോമ കോഴ്സിൽ ചേരാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. ക്ലാസ്സുകൾ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയുണ്ട്. പരീക്ഷയും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ആർക്കും ബാലികേറ മലയല്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വികാരിച്ചമാർ നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതുകൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും നമ്മൾക്ക് ദൈവശാസ്ത്രത്തിലൊരു ഡിപ്ലോമ കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. ഗവർണർ തത്വത്തിൽ അത് പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ബാക്കി ഡോക്യുമെൻ്റൽ വർക്കുകൾ പൂർത്തിയായിട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ അധ്യയന വർഷത്തിൽ നമ്മളത് ആരംഭിക്കുകയില്ല. ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ധാരണയിലുള്ള ഡിപ്ലോമ കോഴ്സാണ്. ഇങ്ങനെ ആൽഫയിൽ ദൈവശാസ്ത്രം പഠിച്ചവർക്ക്, അതിൻ്റെ PG ലെവൽ കഴിഞ്ഞവർക്ക് ഗവേഷണത്തിനുള്ള സാധ്യതയും ആൽഫ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കാലിഫോർണിയയിലുള്ള ഗ്ലോബൽ മിനിസ്ട്രീസ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ധാരണയിൽ നമ്മൾക്ക് റിസർച്ച് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടറേറ്റ് ചെയ്യുന്നവർക്കുള്ള ഡിഗ്രി കൺഫർ ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയോ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല, മറിച്ച് അമേരിക്കയിലുള്ള കാലിഫോർണിയയിലുള്ള ഈ ഗ്ലോബൽ മിനിസ്ട്രീസ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മളിവിടെ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുകയും അവരുടെ റിസർച്ച് പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒരു സെക്യുലർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ്. നിലവിൽ നമ്മുടെ റിസർച്ച് സെൻറ്ററിൽ 10-ൽ താഴെ സ്റ്റുഡൻസ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കുറേ അക്കാഡമിക്കായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് ഇനിയും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇത് തലശ്ശേരി അതിരൂപതയിലെ സാധാരണക്കാരായ ആളുകളെ വിശ്വാസപരമായ കാര്യങ്ങൾ പരിശീലനപ്പെടുത്താൻ വേണ്ടി അഭിമന്യ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൽ ആരംഭിച്ചതാണ്. അതിൻ്റെ സാധ്യതകളെ പുറം രൂപതകളിലുള്ള ധാരാളം അൽമായർ, പ്രത്യേകിച്ചും കേരളത്തിനും ഇന്ത്യക്കും വെളിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല രൂപതകളുടെയും നേതൃത്വത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ തലശ്ശേരി രൂപത മാത്രം അതിനകത്ത് പിന്നോട്ട് പോകരുത്. നമ്മുടെ ഇടവകൾ കേന്ദ്രീകരിച്ച് ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഒരുമിച്ച് കൂട്ടി ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ, ബൈബിൾ പഠിക്കാനായിട്ടുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവിക കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇടവക സമൂഹമായി മാറാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞതിനെ ചുരുക്കുകയാണ്. നമുക്ക് ആൽഫയുടെ കീഴിൽ റെഗുലർ കോഴ്സുണ്ട്. അത് വത്തിക്കാൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. ധർമാരാമമായിട്ടാണ് അതിൻ്റെ അഫിലിയേഷൻ. ഓൺലൈനിൽ നമുക്ക് ഡിപ്ലോമ, ഡിഗ്രി, PG കോഴ്സുകളുണ്ട്. അത് ആർക്കും ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വേദിയാണ്. ഇതുകൂടാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ധാരണയിൽ നമുക്കൊരു സെക്യുലർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു കോഴ്സ് ഈ സെപ്റ്റംബറിൽ ആരംഭിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മതാധ്യാപകരെയും കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും കോർഡിനേറ്റേഴ്സിനെയും എല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് റിസർച്ച് ചെയ്യുന്നവർക്ക് ഡോക്ടറൽ സ്റ്റഡീസ് പൂർത്തിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. ആൽഫയ്ക്ക് ധാരാളം നല്ല പഠിതാക്കൾ നമ്മുടെ ഇടവുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. വികാരിച്ചമാർ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ഒരു മാസം നമുക്ക് ആൽഫയിൽ കൂടുതൽ ആളുകൾ ചേരാനും നമ്മുടെ രൂപതയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രമിക്കാം. ആൽഫയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആൽഫയുടെ ഏതെങ്കിലും കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ആൽഫയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ഫോൺ നമ്പർ ചുവടെ ചേർക്കുന്നു.